പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ്. ഏകാഗ്രതയോടെ ഇന്നത്തെ ദിവസം ദാനമായി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആകുലതകൾ, ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഇത് വലിയ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഭക്തിയോടെയാണ് എൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവേ, നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ മക്കള് നടന്നു പോകുന്ന വഴികൾ, വാഹനം ഓടിച്ചു പോകുന്ന റൂട്ടുകൾ, അത് എത്തിച്ചേരുന്ന സ്ഥാപനങ്ങൾ, ഇടങ്ങൾ, സർവീസ് ഏരിയ, പ്രവൃത്തി സ്ഥലങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ ഓരോ മക്കൾക്കും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിനധികം മക്കൾക്ക് ഈ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ കരുണ ചുരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർ മാധ്യസ്ഥം വഹിച്ചാൽ പോലും, മറ്റു മനുഷ്യർ മാധ്യസ്ഥം വഹിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവർ, ഭാരപ്പെടുന്നവർ, അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, ലോകം മുഴുവനും ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ്. മക്കളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില മക്കളെക്കുറിച്ച് അധികമായ ഉത്കണ്ഠയുള്ള മാതാപിതാക്കന്മാരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നതുപോലെ
അതേ ആത്മാവിനാൽ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളും കർത്താവെ ഈ ബോർഡ് എക്സാമിന് അതിജീവിക്കാനും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരാനും ദൈവത്തിൻ്റെ കരുണയുടെ പരസ്പർശമൊക്കെ അനുഭവിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മ നിറയട്ടെ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഇന്നത്തെ ദിവസം നിർണായകമായ ചരിത്രപ്രധാനമായ തീരുമാനമാകട്ടെ. അതൊരിക്കലും മാറ്റേണ്ടി വരാത്ത രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിത വളർച്ചയെ അത് സഹായിക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിവാഹ വിഷയങ്ങൾ, മക്കളുടെ പഠന വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ ഓരോ ഇടങ്ങളിൽ താമസിക്കുന്ന വിഷയങ്ങൾ, സ്ഥലം മാറ്റത്തിൻ്റെ വിഷയങ്ങൾ, കൊടുക്ക വാങ്ങലുകളുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ വിഷയങ്ങൾ, ഇങ്ങനെ എന്തിനെല്ലാം അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ ആശ്രയിച്ചവർ ഇടപെടുന്നു അതെല്ലാം ശാശ്വതമായി സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നേടിയെടുക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിന് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മലക്കന്മാരെയും വിശുദ്ധരെയും രക്തസാക്ഷിയുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവും, ജീവിതം, കുടുംബം, നിങ്ങളുടെ ഇടപെടലുകൾ എല്ലായിടത്തും അനുഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീസിലെ നീക്കുവാമേ. മക്കളെ, നമ്മളെ ഇന്നത്തെ വചനം 1 കൊരിന്ത്യർ 15:10 വായിച്ചു കേൾക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു സ്വകാര്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. റിലേറ്റീവാണ്, മറ്റുള്ളവരെ അതിൽ പങ്കുചേർക്കേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് ഇതിനെല്ലാം കാരണം. മറ്റുള്ള അധ്വാനത്തെയൊക്കെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് വാസ് നോട്ട് സിംപ്ലി കോസ് ഓഫ് ഹിസ് ബ്ലെസ്സിങ്സ്. അവനിൽ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല. പൗലോസാണ് വെളിപാടിൻ്റെ വില്ലൻ എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുന്നത്? മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. അപ്പോൾ അധ്വാനമാണ് വിഷയം. അധ്വാനം, പക്ഷെ ഒരു കാര്യമുണ്ട്, അധ്വാനിക്കുമ്പോൾ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിനൊരു നടപടിയുണ്ട്. എന്താണ്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. മത്തായി 22:21. മത്തായി 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. അപ്പം നമ്മൾ എന്ത് അധ്വാനിച്ചാലും ഇതിന് ദൈവത്തിൻ്റെ പങ്ക് ഏതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് പങ്ക്. ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത്. അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണമെന്ന് അറിയാമോ? മായണമെന്ന് പറയണത്. അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാലും അവസാനം ടേൺ ഓവർ വരുമ്പോൾ 0-0-0 വരും. അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം ഒന്ന് കേട്ടെ. സഭാപ്രസംഗകൻ 2:18. സഭാപ്രസംഗം 2:18. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. കാരണം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. പിൻഗാമിക്ക് വിടുന്നതല്ലേ പ്രശ്നമേ. അത് കഴിഞ്ഞ് സോളമൻ ഒരു കാര്യം പറയുന്നുണ്ട്. സഭാപ്രസംഗം 2:21. സഭാപ്രസംഗം 2:21. ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണിയും ചെയ്യാതിരിക്കണം. അടിയനില്ലേ അവനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. മിഥ്യയാണെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഇതിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ആലോചിച്ചേക്കും. പക്ഷെ അവരുടെ കാലം വരുമ്പോൾ വല്ല മണ്ടൻ തീരുമാനങ്ങളെടുത്ത് എല്ലാം നാശകൊണ്ടലാക്കി.
എന്നിട്ട് ഗർവിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്യും. തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ പെരുമാറ്റത്തിൻ്റെ അഭ്യാസങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ സഭാപ്രശ്നം പറയുന്നതെല്ലാം മിഥ്യയാണ്. കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലെന്നല്ല. പക്ഷെ കഷ്ടപ്പെടുന്നവരെ എങ്ങനെ കഷ്ടപ്പെടണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവും മാനസികമായിട്ട് യോജിക്കുന്ന ആൾ തന്നെയാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ അതൊരു സംഭവം മനസ്സിലായില്ലേ, ചിതർച്ച് കളയുന്ന അതന്നെ സ്വഭാവം പറയണത്. ലൂക്ക 11:23 എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. എന്നോട് കൂടെ അധ്വാനിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അതിന് ഫലം ആർക്കും ഉപയോഗിക്കാൻ പറ്റണില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ, അതായത് അധ്വാനിക്കുന്നവര് കർത്താവിൻ്റെ കൂടെ അധ്വാനിക്കണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അതാണ് ഞാൻ ദൈവത്തിൻ്റെ പങ്ക്. നമ്മൾ എന്ത് അധ്വാനിച്ചു, ഇപ്പോൾ പിള്ളേരെ വളർത്തണത്, ജോലിക്ക് പോണ് ഇല്ലേ, നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ദൈവത്തിൻ്റെ പങ്ക് ഉറപ്പുവരുത്താനുള്ള മാർഗം. വായിച്ചോളൂ. കൊളോസോസ് 3:17 നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക. അതാണ് സംഭവം. എന്ത് ചെയ്താലും അവന്റെ നാമം, കർത്താവിൻ്റെ പോർഷൻ ഓഫ് ജീസസ്, അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ബലിയർപ്പണം പോലെ തന്നെയാണ് ഇത്. ലേവയ ഭാഗങ്ങൾ കൃപാസനത്തിന് ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വ്യഞ്ചരിച്ച്. എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കൾ ആരുടേതാണ്? ലേവയ ഭാഗം, കർത്താവിൻ്റെ അവകാശമാണ്. ആ ബലിയർപ്പിക്കുന്ന സംഭവം ഒരു കർത്താവിൻ്റെ അവകാശം മാറ്റി വെക്കും. അപ്പം എന്ത് ചെയ്താലും ദൈവത്തെ അനുസ്മരിക്കണം, ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാമത്തിലാണല്ലോ എല്ലാം ചെയ്യണത്. അപ്പോൾ നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയറാകുമല്ലോ ഉടനെ. അപ്പോൾ അതുപോലെ അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ. അപ്പോൾ പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ലെസ് ലഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അതാണ്. ദൈവത്തിൻ്റെ എന്ത് ചെയ്താലും ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ അത് അന്യാധീനപ്പെട്ടു പോകത്തില്ല. ബാക്കിയെല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യാധീനപ്പെട്ടു പോകുന്നവരാണ്. പറയണമല്ലോ, നമ്മുടെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിൻ്റെ നാമത്തിന് ഉപരി മഹത്വത്തിന് ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിന് എനിക്ക് നന്ദി പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ സീലുണ്ട്. കർത്താവ് നിൻ്റെ അധ്വാനത്തിൻ്റെ സീൽ വെക്കും. ഉടമസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഉറക്കമായാൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാവുന്ന അവസ്ഥയിൽ അടയാളങ്ങൾ കാണിക്കും. ഉറക്കമായാൽ പോലും അത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞിനും ആ സ്വപ്നം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടോ ദർശനം കണ്ടോ വെച്ചാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന്. ദൈവസാന്നിധ്യമാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല എന്നതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സാന്നിധ്യത്തിൽ അദൃശ്യമായ സാന്നിധ്യത്തോടെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുകയാണ്. ഒരു സാക്ഷി ദിവസം ഉണ്ടായത് ഒരു മേരി ഏഞ്ചലിൻ്റെ സാക്ഷി, മേരി ഏഞ്ചൽ പോളിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോൾ അവരുടെ ഭർത്താവാണ്. അവരുടെ പ്രശ്നം, ഭർത്താവ് യുക്രൈനിൽ പഠിച്ച ആളാണ്, MBBS പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് യുക്രൈനിൽ പഠിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഉപരിപഠനം UK അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. പക്ഷേ യുക്രൈനിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ വേണം. അതിന് അവർ പറയണത് ശ്രുതികയുടെ ഹല്ലേലൂയ എപ്പിക് പേപ്പർ എന്നാ പറയണത്. എപ്പിക് സെൻറ്ററിൽ നിന്നൊരു പേപ്പർ കിട്ടിയാലേ UK ഇയാൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ പേപ്പർ യുദ്ധം നടക്കല്ലേ ഇപ്പോൾ യുക്രൈനിൽ, അവിടെ നിന്ന് ഒരു പേപ്പറും കിട്ടത്തില്ല. യുക്രൈനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒരു പേപ്പറും കിട്ടത്തില്ല. ആ പേപ്പർ കിട്ടിയാലേ ഇദ്ദേഹത്തിന് UK ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുമാത്രം കുഴഞ്ഞൊരു പ്രശ്നമാണെന്ന് നോക്കിയേ. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം ഞാൻ നോക്കിയിട്ട്, ഈ ഹസ്ബൻഡും ഏഞ്ചൽ മേരിയും പോളും
മാതാവിനോട് വ്യക്തിബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങളെപ്പോഴും ഒരു വ്യക്തിബന്ധം ഇല്ലാത്തവർക്കാണെങ്കിൽ വ്യക്തിബന്ധം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ വേണ്ടി ഉള്ള ബന്ധം കൂടി കളഞ്ഞിടിക്കുകയുള്ളൂ ചില ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്ത് ഉഴപ്പുമ്പോഴേ ഉള്ള ബന്ധം കൂടി പോകല്ലേ ഉള്ളൂ. അതങ്ങനെ ചെയ്യരുത്. ഉള്ള നിസ്സാരമായ ഒരു ചെറിയ വീക്ക് റിലേഷൻ ആണെങ്കിലും നിങ്ങളെ ഇതിൻ്റെ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് റിലേഷൻ സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇവിടെ വൈഫിനുമുണ്ട് വിശ്വാസം, ഹസ്ബൻഡിനുമുണ്ട് വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ അതായത് 8 മാസം എടുക്കണ ഒരു പേപ്പർ അതായത് വരുന്നതിന് 8 ദിവസം കൊണ്ട് മാതാവ് ഇക്കറിയുന്ന പേപ്പർ കൊടുത്തു. ഈ യുദ്ധകാലത്ത് കൈയിടിച്ച് കിടത്താനുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയിലൂടെ ഞാൻ നിങ്ങളോടെല്ലാം പറയണത് ഈ ആഴ്ചയിൽ അനുഭവിച്ച ദൈവാനുഭവങ്ങളെ കുറിച്ചാണ്. അല്ല പണ്ടത്തെ എവിടെയെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചല്ല. ഈ ആഴ്ചയിൽ ഈ അൾത്താരയിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ദുരന്തത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കാമെന്നാണ്. അപ്പം ഞാൻ സുനാമി നടന്ന കാരണം ഞാൻ അങ്ങനെ ഓർത്ത് സുനാമി ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഒറ്റയ്ക്ക് ലോകത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രളയത്തെക്കുറിച്ചോ കോവിഡിനെക്കുറിച്ചോ അല്ല സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ്. അനുദിനം സംഭവിക്കുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് പ്രാർത്ഥന വരാൻ പോകുന്നു. അതിൻ്റെ പേര് ഉടമ്പടിയാണെന്നായിരിക്കും അവ പറഞ്ഞിട്ടുള്ളത്. കൈയിടിച്ച് കർത്താൻ ഇത് കഴിഞ്ഞിട്ട് പോളിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ പോളിൻ്റെ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു. ഇംഗ്ലണ്ടിലാണെന്ന് പുള്ളി. നീ തിരിച്ചു പോയാന്ന് ചോദിച്ചു. കാര്യം വിസിറ്റിന് പോയിരിക്കുകയല്ലേ, നീ തിരിച്ച് ജോലിക്ക് വേണ്ടി ചെന്നിട്ട് വിസിറ്റ് വിസ എടുത്ത് പോയിരിക്കുക, നീ തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ജോലിയൊന്നും ആയില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും നീ ഒരു ഒബ്സർവേഷനിലൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുക, അവിടെ ഒരു തസ്തിക വന്നിട്ടുണ്ടെന്ന് പറയും. ഈ ഹോസ്പിറ്റലിൽ പോയി തസ്തിക ഇൻ്റർവ്യൂവിന് കൊടുക്കും. ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും. എന്നിട്ട് അവർ പറയും ഇവിടെ തസ്തിക ഒന്നും ഇല്ലെന്ന് പറയും. ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി, പക്ഷേ തസ്തികയില്ല, ഡോക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ഇവിടെ നടക്കത്തില്ല, 6 മാസമോ 8 മാസമോ കഴിയുമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഈ പോളെന്ന് പറയുന്ന ആളിന് ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് സ്വപ്നത്തിലാണ് സുഗന്ധാഭിഷേകം. ഇവൻ ആകാശത്ത് നോക്കുമ്പോൾ ഇവൻ ഈ നടന്നുകൊണ്ടിരിക്കണ എല്ലാം മാതാവിൻ്റെ പ്രക്രിയയാണെന്ന് ഈ മനുഷ്യന് എപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ അമ്മ തന്നെയാണ് ഡയറക്റ്റ് ഇതൊക്കെ ചെയ്യുന്നത്. അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വിളിക്കുന്നു. അതിനെക്കുറിച്ച് ഇതിനൊരു ഐഡിയയും പുള്ളിക്കില്ല. പക്ഷേ ചെന്ന് പെടുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവിടെ ജോലിയില്ല. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പുള്ളിക്കൊരു പിടിയില്ല. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാതാവിൻ്റെ കാൽപെരുമാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പുള്ളി അങ്ങനെ മനസ്സിലങ്ങനെ ആശങ്ക കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വപ്നം കണ്ടത് ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം വിതറിയിട്ട് ഈ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മാതാവിൻ്റെ ഒരു സ്തുതിയും പിടിച്ച് പറഞ്ഞു നിൽക്കുന്ന രൂപം പുള്ളി കാണാം. ഇതാ വിഷയം. അവൻ്റെ അർത്ഥം എന്താണ്? നീ ആശങ്ക ഒന്നും പറയണ്ട, ഞാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഉള്ളത്. പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും. ആ ആശുപത്രി 8 മാസം കഴിഞ്ഞാൽ വന്നാൽ മതി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ച് പറയും ഇവിടെ ഒരു ഡോക്ടർ രാജിവെച്ച് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ തസ്തിക കയറാമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാര്യങ്ങൾ പോണ പൊക്കുണ്ടാകും. അതായത് നമ്മളുടെ കാൽക്കുലേഷനല്ല പോണത്. ശരിക്കും നമ്മളിപ്പം തീർന്നെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം തുടങ്ങിക്കൊണ്ട് വരും. നിങ്ങളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് 2 വള്ളത്തേലും ചവിട്ടരുത്. ഒറ്റ വള്ളത്തെ ചവിട്ട് കൃത്യമായിട്ട് വെടിപ്പായിട്ട് വിശ്വാസിയായി നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ ചരിത്ര മുന്നേറ്റവും സാക്ഷ്യ മുന്നേറ്റവും നടത്തണം. അപ്പോൾ നീ സ്നേഹിക്കുന്ന സത്യസന്ധമായ ദൈവം ആരാണെന്നും നിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും നിനക്ക് അറിവ് നൽകും. എന്ത് വിധത്തിലും അറിവ് നൽകും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അവർ ഉടമ്പടിയും ചെയ്യും, വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി വേനയും കൂടും, അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവത്തിനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഫ്രോഡായിട്ട് ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രാൻഡ് ചെയ്ത പാർട്ടിയാണ്. കാര്യം എവിടെ നിന്നാണ് ഇപ്പോൾ ബറിയത് മുനാളിനെ മുത്തും താഴെ കിടക്കുന്ന പാമ്പിനെയും മുത്തും എവിടെ നിന്നാണ് രക്ഷവനെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അലപരാധി വിശ്വാസികളില്ലേ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉടമ്പടിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും ബന്ധപ്പെടരുത്.
അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് സന്ധി ചേർന്ന് സഖ്യം ചേർന്ന് കക്ഷിയായി മാറണമെന്ന് ദൈവത്തിൻ്റെ സ്വന്തം കക്ഷിയായി മാറണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചുറ്റിക്കളികളെല്ലാം അവസാനിപ്പിക്കണം. കർക്കക്രിസ്ത്യാനി പ്രത്യേകിച്ച് അവിടെയും പോയി നൊവേന കൂടും, ഇവിടെയും കൂടി നൊവേന കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. അങ്ങനെയുള്ള കർക്കക്രിസ്ത്യാനികളെ ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് വിട്ട് പോകണമെന്നാണ് പറയണത്. നിങ്ങൾ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഉറക്കുമല്ല, അപ്പോൾ വന്ന് മര്യാദ കുറമ്പ്. ഇങ്ങനെ ആട്ടക്കാർ വന്നിട്ട് കാര്യമില്ല. അവരുടെ കളിത്തട്ടല്ല ഇത്. ആട്ടക്കാർ അവിടെയും ഇവിടെയും പോയി ആടുന്നവരുടെ ആട്ടക്കാരുടെ കളിത്തട്ട്. നിങ്ങൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥരാൻ വിശ്വസിക്കണമെങ്കിൽ ബാക്കിയെല്ലാം തൽക്കാലത്തെ കട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 90 ദിവസത്തേക്ക്. കാര്യം എന്താണ്? 90 ദിവസമാണ് ഉടമ്പടിയുടെ സമയം. ആ 90 ദിവസത്തേക്ക് എല്ലാ സംഭവം കട്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾ ഉടമ്പടി തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധ വയ്ക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഇത് കൈ പൊള്ളുന്ന കേസ് കെട്ടാണ്. മറ്റേതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാട്ടും പഠിക്കാൻ നടന്നാൽ മതി. ഇത് നമുക്ക് മുടക്കൊന്നുമില്ല. പല മുടക്കമുണ്ടാകും. നാക്കുകൊണ്ട് കുറേ പാട്ടൊക്കെ പാടി നടന്നാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുടക്കമൊന്നുമില്ല. ഇതിന് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാര്യം ഇത് മേജർ ഡ്യൂട്ടി ചെയ്യണ പ്രാർത്ഥനയാണ്, അല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രെയർ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കാനോ രുചി നോക്കാനോ മധുരം നോക്കാനോ ഉടമ്പടി എടുത്ത് നോക്കരുത്. അത് ദൈവത്തെ പരീക്ഷയ്ക്ക് തുല്യമാണ്. അടയാളങ്ങളെ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ലൂക്ക 21:11 ശ്രുതികട്ടെ. ഹല്ലേലൂയ. ലൂക്ക 11:29. ലൂക്ക 11:29. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. ലൂക്ക 11:29 ഇവിടെ കൃപാസനത്തിന് ജനങ്ങളിങ്ങനെ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണല്ല. ജനം വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് അതാണ്. എന്താണ്? ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ, ഇപ്പോൾ ഇന്നലെ ഇവിടെ ഇത്രയും ആളുണ്ടായിരുന്നു, മെനേന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇത്രയും ആളുണ്ട്. 3 മണിക്ക് വെളുപ്പിന് ആൾക്കാർ വരാൻ തുടങ്ങും, രാത്രി 9 മണി വരെ വരും. അപ്പോൾ ജനക്കൂട്ടം വർദ്ധിച്ചു വന്ന് വായിച്ചേ 11:29. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അടയാളം ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അതാണ് പ്രശ്നം. എന്നിട്ട് ഞാൻ ഉടമ്പടിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ രോഗികളെ പോയി കാണുകയോ സുവിശേഷം വായിക്കുകയോ സുവിശേഷം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യാം. ആദ്യം ദൈവം അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് കാണുന്ന ഒരു 50% ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇവരാണ് ഈ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിവാസത്തെ ആളെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ അടയാള മോഹികളാണ്. എന്നുവെച്ചാൽ ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിബന്ധനകൾ പാലിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇന്നത് തിരുത്തണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ നിബന്ധനകളെ പാലിക്കും. കർത്താവ് ഈ അടയാളം എപ്പോഴായാലും പ്രവർത്തിക്കും. അതെന്താ എപ്പോഴായാലും പ്രവർത്തിക്കുമെന്ന് പറയാൻ കാര്യം എന്ന് അറിയാവോ? ഐസയ 41:10 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 യെരമ്യ 31:3 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. യെരമ്യ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞ്, നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. വിശ്വസ്തത അചഞ്ചലവും. അപ്പോൾ ഈ യെരമ്യ 31:3 വചന. അപ്പം നമ്മൾ ദൈവം ആദ്യം അടയാളം കാണിക്കണമെന്ന് പറയരുത്. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത
അചഞ്ചലമാണ്, എപ്പോഴായാലും അത് അടയാളം കാട്ടിയിരിക്കും. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നിന്നോട് സ്നേഹവും നിത്യമാണ്. അപ്പം അതിനകത്തൊന്നും ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ തന്നെ ഉടമ്പെടുക്കുമ്പോൾ ഓർക്ക് ഞാൻ നിത്യസ്നേഹത്തിലേക്ക് ദൈവത്തെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം എപ്പോഴും ആയാലും അടയാളം കാണിക്കും. ഞാൻ ആദ്യമേ കയറി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എടുത്ത നിബന്ധനകൾ നിറവേറ്റണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അടയാളം അന്വേഷിക്കാതെ നിബന്ധനകൾ നിറവേറ്റി ഉടമ്പടിയുടെ വിശ്വസ്ത പങ്കാളിയാകാൻ നിത്യസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പണ്ട് നേരത്തെ ഉടമ്പടി ചെയ്തവരെയും ഇപ്പോഴും ഈ സീസണിലെ ഉടമ്പടി ചെയ്തവരെയും ഒക്കെ നിലനിർത്തുന്നത് ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കവനൻറ്റ് എല്ലാം കിട്ടുന്നത് തിയറി, സിദ്ധാന്ത തലങ്ങൾ. നമുക്ക് പ്രയോഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി നമുക്ക് കിട്ടണ്ടേ, സൈദ്ധാന്തികമായ ഒരു വശം കിട്ടണമല്ലോ. അപ്പോഴാണല്ലോ അതിൻ്റെ പ്രായോഗിക നില കിട്ടണത്. അപ്പം ഈ പ്രായോഗിക നിലയ്ക്കുള്ള സൈദ്ധാന്തിക വശം നമുക്ക്, ആധ്യാത്മിക സൈദ്ധാന്തിക വശം നമുക്ക് കിട്ടുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരും ഉടമ്പടിയുടെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉടമ്പടി കൂടണമെന്ന് പറയണം, ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ തിരുസന്നിധിയിലെത്തിയിരിക്കുന്ന ഞങ്ങളെയും ഓൺലൈൻ ഉടമ്പടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഈ ആഴ്ചയിലെ ഈ ധ്യാനം കൂടുന്നവരെയും അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരമപിതാവിനെ നാദം പോലെ സ്തുതിക്കുന്ന ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി സാക്ഷ്യ വിചാരണ ചെയ്യും. എപ്പോഴും അനാലിസിസ് ഓഫ് കവനൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ അതിൻ്റെ ട്രയൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാര്യം അതൊരു വിചാരണ കൂടിയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ സ്വാഭാവികമായിട്ടും 20x7 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ പറയും. 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ ഒരാഴ്ചയിൽ ഈ ആൾത്താറിൽ പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം 2 സാക്ഷ്യമാണ് നമ്മൾ അപ്പ് ചെയ്യണത്. ആ അപ്പ് ചെയ്യണതിൻ്റെ അത് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വ്യത്യസ്ത. ഉടമ്പടി ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റാണ് കവർ ചെയ്യണത്. പണ്ടത്തെ ആധ്യാത്മിക ഇതുപോലെയുള്ള ധ്യാന രംഗങ്ങളുള്ള കള്ളുകൂടി മാറുക, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുക, ഉടമ്പടി വരുമ്പോൾ, ഉടമ്പടിയിലേക്ക് സഭ വരുമ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സങ്കീർണമായ മനുഷ്യൻ്റെ ആധുനികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടമ്പടിയിൽ ദൈവം സമാധാനം കൊടുക്കുന്ന കാരണം നമ്മളത് എല്ലാം തരംതിരിച്ച് സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അപ്പ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പ് ചെയ്തത് ഗാട്ടാ ഗുസ്തിക്കാരത്തിയാണ്. ഗാട്ടാ ഗുസ്തിക്കാരത്തിയുടെ സാക്ഷ്യമാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. അത് എന്താ കാര്യം? ആ മേഖലയിൽ, സ്പോർട്സിൻ്റെ മേഖല നമുക്കറിയാമല്ലോ. ദൈവത്തിന് ഇന്ന മേഖലയെന്നില്ല. ദൈവത്തിന് എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. എല്ലാ മേഖലയും ദൈവത്തിന് പ്രത്യേകം കൽപ്പന തന്നിട്ട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അതിനകത്ത് തിന്മ ചെയ്യാനുള്ള പ്രവണത മനുഷ്യനുള്ളത് കാരണമാണ് തിന്മയുടെ ചില ചാപ്റ്റർ തന്നിട്ട് അതൊഴിച്ച് എന്ന് പറയണത്. ഇപ്പോൾ വ്യഭിചാരം എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വ്യഭിചാരം ചെയ്യാവില്ല, പറ്റത്തില്ല, കക്കാവ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വിശുദ്ധിയുടെ വിഷയമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതൊക്കെ പാപമാകുന്നത് എന്ന് വെച്ചാൽ അത് കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. കർത്താവിൻ്റെ വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാകുന്ന വചനം. ഇപ്പോൾ നമ്മൾ 10 കൽപ്പനകൾ, ഇപ്പോൾ കഴിഞ്ഞ ഇത് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായി. രാവിലെ ബഹുമാനയുടെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രഭുവച്ചൻ. അപ്പോൾ പ്രഭുവച്ചൻ കുർബാന അർപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുർബാന സ്വീകരിച്ചു. ഞാനവിടെ മുട്ട നിന്നപ്പോൾ ഈശോ ഒരു ഡെന്തൽ കളറിലുള്ള ഒറ്റ ഉടുപ്പ് ഇട്ടിരിക്കുന്ന ഒരു കോർഡ് ഈ ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അരക്ക്. പക്ഷേ ഈശോ നമ്മൾ ചുവപ്പ് മേലങ്കിക്ക് പകരം ഈശോ ഇട്ടിരിക്കുന്നത് വയലറ്റ് മേലങ്കിയാണ്.
അപ്പം വയലറ്റ് മേലങ്കി ഇട്ട് ഇങ്ങനെ ഈ ഒരു ദർശനമാണത്, കുർബാന സ്വീകരിച്ചപ്പോൾ കിട്ടിയ ദർശനമാണ്. വയലറ്റ് മേലങ്കി ഇട്ടിട്ട് നല്ല രസമാണ് വയലറ്റ് മേലങ്കി കിടക്കണ കാണാൻ. പക്ഷേ ഈശോ അത്ര മുഖം അത്ര രസമല്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രൂക്ഷമായി എന്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കാമെന്ന കാരണം ഞാൻ പെട്ടെന്ന് രോമനടുത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ ബൈബിളിൽ ഈശോ എന്താ സംസാരിച്ചെന്ന് അറിയണ്ടേ, നമുക്ക് ശബ്ദം കേട്ടില്ലല്ലോ. അപ്പോൾ ദർശനം ഓക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ വചനം ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കുത്തി ജോമളിന് കൊടുത്ത് പറഞ്ഞു എനിക്ക് കണ്ണത്തേക്ക് പ്രശ്നമില്ല, കന്നഡയില്ലായിരുന്നു. ഞാൻ ഇതൊന്ന് വായിച്ചോളാൻ പറഞ്ഞു. ആ വായിച്ച ഭാഗം ആണ് ഈശോ ഇന്ന് സംസാരിച്ചത്. ആ വായിച്ച ഭാഗം എടുത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജോയൽ 2:17. ആ ജോയൽ 2:17 ആണ് ഇപ്പോൾ കുത്തിയപ്പോൾ കിട്ടിയത് ആ സമയത്ത്. വായിച്ചോളൂ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ, കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? അപ്പോൾ ഇതിൻ്റെ പ്രശ്നത്തില് ഇതിൻ്റെ വരുന്ന കണക്ഷൻ എന്ന് വെച്ചാൽ കർത്താവ് തിരിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലൊരു വിഷയം തന്നായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന്. അപ്പോൾ അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു ഈ കർത്താവ് തിരിയണ സമയത്ത്. അപ്പോൾ അഹ്റോൻ്റെ അവകാശം എന്ന് വെച്ചാൽ പുരോഹിതൻ. ഇപ്പോൾ ഞങ്ങൾ 2 പുരോഹിതന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളാണ് ഈ സമയത്ത് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങളാണ് കർത്താവിൻ്റെ അവകാശമെന്ന് കർത്താവ് പറയുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയണത്. പുരോഹിതൻ ബലിപീഠത്തിനും ഭൂമുഖത്തിനെതിരെ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയണത്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ ധ്യാനത്തിൽ പറയാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ധ്യാനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യണം. കണ്ടില്ലേ എന്താ ഡൈവേർട്ട് ചെയ്യണത്? അതായത് എല്ലാ മേഖലകളും ദൈവത്തിൻ്റെതാണ്. എല്ലാ മേഖലകളും കൽപ്പനകൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെതാണ്. കൽപ്പനകളുള്ള സ്ഥലങ്ങൾ ദൈവത്തിൻ്റെതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ തിന്മയുണ്ടെങ്കിൽ തിന്മകളെ ഒഴിവാക്കിയാൽ മാത്രമേ ഉടമ്പടി വർക്കൗട്ട് ആകത്തുള്ളൂ. കൽപ്പനകൾ നൽകിയിട്ടുള്ള മേഖലകളുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, പിന്നെന്താണ്, കക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ കൽപ്പനകളുടെ എല്ലാത്തിനും അന്തർധാര എന്താണ്? ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ ഹല്ലേലൂയ. കൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം. അല്ല വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ അങ്ങ് ഒഴിവാക്കുകയല്ല പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലേവ്യ പുസ്തകം 20:7. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലേവ്യർ 20:7. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. പറഞ്ഞേ, അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദിസ് ഈസ് ദ പോയിന്റ്. എല്ലാ കൽപ്പനകളും ഇപ്പം നമ്മൾ കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആ ഫങ്ഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ദൈവത്തെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും.